ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 മെയ് മാസ ഫലമാണ്. മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. അത് ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അത് ധനു രാശിക്കാർക്ക് ഭാഗ്യഭാവാധിപൻ ആയ 2 ഗ്രഹങ്ങൾ, ഒന്ന് ചൊവ്വായ, അത് ഇഷ്ടഭാവത്തിൽ, അതായത് സുഖഭാവത്തിൽ 4-ാമിടത്ത് സ്ഥിതി ചെയ്യുന്നു. അത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ 9-ാം ഭാവം മറ്റൊരു വലിയ ഭാഗ്യഭാവമാണ്. ആ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ആദിത്യൻ തൻ്റെ ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ വന്നു ചേരേണ്ട ഒരു നല്ല സമയമായിട്ടാണ് ഈ മെയ് മാസം വന്നു ചേരുക ധനു രാശിക്കാർക്ക്. അതായത് തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് ഗോചരാൽ സഞ്ചരിക്കും. അതും വളരെ നല്ല ഒരു സമയമാണ്. അത് ടെസ്റ്റുകളൊക്കെ പാസ്സാകുന്നതിനും ആ പാസ്സായ ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിലുള്ള ഇൻ്റർവ്യൂവിൽ പാസ്സായി അധികാരത്തോടു കൂടിയ ഒരു ജോലി സ്വന്തമായി ലഭിക്കുന്നതിന് യോഗമുണ്ട്. നല്ല ധനാഗമന യോഗത്തോടുകൂടി മെയ് മാസം. അത് ഗവൺമെൻറ്റോ തത്തുല്യ പദവിയോടുകൂടിയ പ്രൈവറ്റ് മേഖലകളിലുള്ള ജോലിയുമാകാം. അത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമാണ്. സ്ഥാനഭ്രംശസ്ഥാനത്തിൻ്റെ അധിപൻ ഗമനാധിപനോട് യോഗം ചെയ്ത് അവിടെ സുഖസ്ഥാനത്ത് വിദേശത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തൊഴിൽ സ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുകയും ധനസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ വിദേശത്ത് പോകുന്നതിനും അവിടെ ചെന്ന് കഴിഞ്ഞാൽ പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് അതിലുപരിയായിട്ടും ധനാഗമനത്തോടുകൂടി ജോലി ലഭിക്കുന്നതിനൊക്കെ ഈ മെയ് മാസത്തിൽ യോഗമുണ്ട്. എന്നിരുന്നാലും തൊഴിൽ കാര്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവരും വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. അതായത് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം കേതു എന്ന് പറയുന്ന ഷാഡോ ഗ്രഹം, സാങ്കല്പിക ഗ്രഹമാണ്. ആയതിനാൽ ഒരു കാരണവുമില്ലാതെ ജോലി നഷ്ടപ്പെടുന്നതിനോ അല്ലെങ്കിൽ സ്വയം തന്നെ ജോലിക്ക് പോകാതിരിക്കുക. ധാരാളം ആൾക്കാരെ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ജോലിക്ക് പോകാതിരിക്കുക, ഞാൻ പോകുന്നില്ല. സാമ്പത്തികമായ നല്ല ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന സമയത്തും കടം മേടിക്കാൻ ഓടിയാലും ജോലിക്ക് പോകുകയില്ലാത്ത അവസ്ഥ അങ്ങനെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ മനസ്സ് നെഗറ്റീവായി പോകാതെ ശ്രദ്ധിക്കണം. പൊതുവെ പക്ഷബലം കുറഞ്ഞും കൂടിയുമൊക്കെ മനസ്സിൻ്റെ കാരകനായ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഈ കാലം ആത്മകാരകനായ ആദിത്യൻ പവർഫുള്ളായിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നേറുവാൻ പറ്റുന്ന ഒരു സന്ദർഭം. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കൊള്ളുകയറാത്ത സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുവാൻ പാടില്ല. ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫൈനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, ബാങ്കിങ് മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ കൃത്യതയോടുകൂടി ആരെയും അത്ര കണ്ണുമടച്ച് പൂർണ്ണമായി വിശ്വസിക്കുകയും വേണ്ട. അതാണ് പ്രത്യേകത. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപ്രദമായ കാലം. ദാമ്പത്യ ഭാവത്തെ സൂചിപ്പിക്കുന്ന ഗ്രഹം ഗോചരാൽ ഭാഗ്യസ്ഥാനത്താണ്. അത് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും ഉല്ലാസയാത്ര പോകുന്നതിനും അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും വന്നു ചേരുന്നതിനും അതുപോലെ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുന്നതിനുമൊക്കെ യോഗമുള്ള ഒരു
സന്ദർഭമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാൻ സൂചനയുണ്ട്. കലാകാരന്മാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും നല്ല സമയമാണ്. ഉപജയസ്ഥാനത്തിൻ്റെ കൂടി അധിപനായ ശുക്രൻ മേടം രാശിയിൽ ബന്ധുവിനോടൊക്കെ യോഗം ചെയ്താണ് സ്ഥിതി ചെയ്യുന്നത്. ഭാഗ്യസ്ഥാനമാണ്. പുതിയ ഒരു അംഗീകാരം ലഭിക്കുന്നതിനും ധാരാളം ആരാധകരുണ്ടാകുന്നതിനും സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതിനും സിനിമ ആയാലും സീരിയലായാലും മറ്റ് കലയുമായി ബന്ധപ്പെട്ട കരവിരുത് ആവശ്യമുള്ള കൈത്തറി അല്ലെങ്കിൽ കൈത്തൊഴിലുകൾക്കൊക്കെ വിജയങ്ങൾ വന്നു ചേരുകയും സാമ്പത്തിക നേട്ടം വന്നു ചേരുകയും ചെയ്യും. കൃഷിക്കാർക്കും വളരെ നല്ലതാണ്. അതുപോലെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ രംഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഐശ്വര്യപ്രദമായ കാലമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കൂടാതെ ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലമാണ്. ഗ്രഹങ്ങളുടെ ഗോചരാലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് സ്ഥിതി അനുസരിച്ചുമുള്ള ഫലങ്ങളാണ് പറഞ്ഞത്. ഓരോ വ്യക്തികളുടെയും വിവരങ്ങൾ സൂക്ഷ്മമായി അറിയുന്നതിനും ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും അവരവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും അറിയാവുന്നവർക്ക് ജാതകം നോക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്നത്. അതിന് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കും.